ചെവി ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നിന്റെ അവസ്ഥകളെ, നിന്റെ നിലവിളിയെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് ആർക്ക് നിന്റെ നിലവിളിയെ കേൾപ്പാൻ കഴിയില്ല കേട്ടോ. ഒരു പക്ഷെങ്കിൽ നിന്റെ കൂടപ്പിറപ്പുകളെ, നിന്റെ വീട്ടിലുള്ളവർ പോലും നിന്റെ നിലവിളിയെ മനസ്സിലാക്കില്ല, നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കില്ല. പക്ഷെങ്കില് നിന്റെ നിലവിളിക്ക് മുൻപിൽ മറികടന്നു പോകാത്ത ഒരു ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നിന്റെ നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദൈവം. ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലെ, ആ കുരുടന്റെ ജീവിതത്തില് അവന്റെ കണ്ണില്ലാതെ വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? അവന്റെ നാഥനെ അവന് തിരിച്ചറിയുവാന്, അവനിൽ കൂടി ആ ദേശത്ത് ഒരു ദൈവമഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിനാണ്. പ്രിയമുള്ളവരെ, നമ്മളെപ്പോഴും പറയും വ്യർത്ഥമായി അല്ലെങ്കിൽ സക്കായി എന്നൊക്കെ പറയും. പക്ഷെങ്കില് ഒരു കാര്യം മനസ്സിലാക്കണം, ആ ദേശത്തൊക്കെ വലിയ മഹാന്മാരുണ്ട്, വലിയവരുണ്ട്. പക്ഷെ അവരുടെ ആരുടെയും പേരുകൾ പ്രിയമുള്ളവരെ ഈ പുസ്തകത്തിന്റെ പേരില് എഴുതപ്പെടാതിരുന്നപ്പോണ് വഴിയരിയിൽ ഭിക്ഷക്കാരനായിരുന്നവന്റെ പേര് ഈ പുസ്തകത്തിൽ എഴുതപ്പെടുവാനും ഇന്നും അവരെ കുറിച്ച് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദേശത്ത് ആർക്കും വേണ്ടാത്തവനായി, ആർക്കും ഒതുക്കുവാൻ കഴിയാത്തവനായി, ഭൂതഗ്രസ്തരെന്ന് ലോകം വിധി എഴുതിയവന് ഇന്ന് പകൽക്കാലം നാം പ്രസംഗിക്കുന്നുവെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തിയ യേശുവുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരെ കുറിച്ച് ഇങ്ങനെ പ്രസംഗിക്കും. അനേകരെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്ത് പ്രസംഗിക്കും കേട്ടോ. നമ്മൾ പറയും ശമരിയക്കാരി സ്ത്രീ അല്ലെ വ്യഭിചാരി സ്ത്രീ എന്നൊക്കെ പറയും കേട്ടോ. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, അവരുടെ പേര് മാത്രമാണ് ഈ ജീവന്റെ പുസ്തകത്തില് അല്ലെങ്കിൽ ഈ ബൈബിളിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദം തോന്നിയത്. ആ ദേശത്തുള്ള മറ്റുള്ള പ്രമാണികളുടെ പേര് ഇതിനകത്ത് എഴുതിയില്ല കേട്ടോ. ആ മറ്റുള്ള പ്രമാണികളെ കുറിച്ച് ഇന്ന് ആരും പ്രസംഗിക്കുന്നില്ല കേട്ടോ. ആർക്കും വേണ്ടാതെ കിടന്നതിനെ കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ നമുക്ക് പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഒരു പോയിന്റ് കിട്ടിയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രിയമുള്ള ദൈവമൈകളെ, നിന്നെ ആർക്കും വേണ്ടായെങ്കിൽ കേട്ടോ, നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിലപ്പുറമായിട്ട് നിനക്ക് ഈ ലോകത്തിൽ ഒന്നും പ്രശംസിക്കാൻ വേണ്ട കേട്ടോ. ലോകക്കാരുടെ ലിസ്റ്റില് അല്ലെ കുടുംബക്കാരുടെ ലിസ്റ്റില് കുടുംബ ഡയറക്ടറി നിന്റെ പേര് വേണ്ട കേട്ടോ. സമൂഹത്തിന്റെ ഡയറക്ടറി നിന്റെ പേര് വേണ്ട കേട്ടോ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുണ്ടോ, അതാണ് നിനക്ക് ഏറ്റവും മഹത്വമായിട്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അനേക സ്ഥലങ്ങളില് അനേകരുടെ പേര് അനേക ഡയറക്ടറികളില് എന്റെ ജീവിതത്തില് എന്റെ ഫാമിലി ഡയറക്ടറി എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് പുരോഹിതന്മാരുടെ അതുപോലുള്ളവരുടെ ഒക്കെ പേരുണ്ട്. പക്ഷെ ഞങ്ങളുടെ പേര് മാത്രം അതിനകത്ത് മാറ്റിക്കളഞ്ഞു. ഒരു സമയത്ത് ഉണ്ടായിരുന്നു, എന്നാൽ ഈ സമയത്ത് പുതിയ ഡയറക്ടറി വന്നപ്പോ അതിനകത്തുനിന്ന് എല്ലാം എടുത്തു കളഞ്ഞു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, എനിക്ക് ആ ഡയറക്ടറിന്ന് പേര് പോയപ്പോൾ സ്വർഗീയ ഡയറക്ടറിയിൽ എന്റെ പേര് എഴുതപ്പെടുവാൻ തൊക്കെ ഇടയായി തീർന്നു. എന്റെ പിതാവിന്റെ പേര് എഴുതുവാൻ ഇടയായി തീർന്നു. എന്റെ മാതാവിന്റെ പേര് എഴുതുവാൻ ഇടയായി തീർന്നു കേട്ടോ. അവരൊക്കെ ഈ മണ്ണിൽ മറഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് നിത്യതയിൽ ഒരു വാസമുണ്ട് കേട്ടോ. എനിക്ക് എന്റെ പിതാവിനെ ഈ ഭൂമിയിൽ നഷ്ടമാണെങ്കിലോ എനിക്ക് സ്വർഗത്തിൽ എന്റെ പിതാവിനെ കാണാം. എനിക്ക് എന്റെ മാതാവിനെ ഈ ഭൂമിയിലെ നഷ്ടമായിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭൂമിയിലല്ല, എനിക്ക് സ്വർഗത്തിൽ എന്റെ മാതാവിനെ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, മറ്റുള്ളവർക്കൊക്കെയും ഈ ഭൂമിയെ കൊണ്ട് ഈ ഭൂമിയിൽ എല്ലാം അവസാനിച്ചു പോകുമ്പോൾ നമുക്ക് അവസാനിക്കാത്ത നിത്യതയിലുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം ദൈവം തന്നത് നമ്മളെ മറ്റുള്ളവർ നിന്നതെന്ന് അല്ലെങ്കിൽ പരിഹസിച്ചു അല്ലെങ്കിൽ എല്ലാം മാറ്റി നിർത്തിയ സ്ഥാനത്ത് നമ്മളെ മാറ്റി നിർത്താതെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയ അപ്പനുണ്ടല്ലോ, ആ അപ്പനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. അപ്പനാണ് നമ്മൾ മഹത്വം കൊടുക്കേണ്ടത്. ഈ ഭൂമിയിൽ നമുക്ക് നശിച്ചു പോകുന്നതിന് നമുക്ക് മഹത്വം വേണ്ട കേട്ടോ. ചില നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ എന്റെ ദൈവത്തിന് പ്രസാദം തോന്നി. ആ കുരുടനായ വ്യക്തിയെ കുറിച്ച് നാം പറയുമ്പോൾ അവന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുവെങ്കിൽ അവന് പിന്നീട് എന്റെ യേശുവിനെയാണ് അവന്റെ കാഴ്ച ലഭിച്ചപ്പോൾ അവൻ ആദ്യം കേട്ടോ. മറ്റൊന്നിനെ അവന് കാണുവാൻ കഴിഞ്ഞില്ല കേട്ടോ. അവൻ യേശുവിനെയാണ് പ്രസംഗിക്കുന്ന നമ്മുടെ വചനത്തിൽ കൂടെ ലോകം വിധി എഴുതി, ലോകം വേശ്യയെന്നും അല്ലെ ശമരിയക്കാരി സ്ത്രീ എന്ന മാറ്റി എഴുതുന്നവരുടെ മധ്യത്തില് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ച് അവർ ആദ്യം തിരിച്ചറിഞ്ഞത് യേശുവിനെയാണ് കേട്ടോ. ഇന്ന് പകൽക്കാലത്ത് നമുക്ക് അവരെ കുറിച്ച് പ്രസംഗിക്കുവാന് ഈ ജീവൻ ഈ വചനത്തിന് അവരുടെ പേര് എഴുതി നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഏടുകളിലും നാം അനുഭവിക്കുന്ന പ്രശ്നം മാത്രം ഇതെന്തുകൊണ്ട്
വളരെ വളരെ ശക്തമായിട്ട് ആമീൻ സാക്ഷ്യത്തോടുകൂടി തന്നെ വചനം വിളിച്ചു പറയാൻ അവന്റെ ദാസിയെ ഉപയോഗിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലപ്പോഴും ഈ ലോകത്തിൽ നമുക്ക് പേരില്ല, ഈ ലോകത്തിൽ നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മുടെ പേരുകൾ കാണത്തില്ലായിരിക്കാം. പക്ഷെങ്കിൽ സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതി ചേർക്കുവാൻ അത് ഉതകി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആമീൻ. എത്ര മനോഹരമായിട്ടുള്ള വിഷയങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ക്ലേമന്ത് മുതലായ എന്റെ ആമീൻ ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായ എന്റെ കൂട്ടുവേലക്കാരുമായ സ്ത്രീകളോടുകൂടി ഞാൻ ആമീൻ പോരാടിയിട്ടുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾക്കൊന്നും നമ്മളെ നിർത്താനോ ആമീൻ ആമീൻ നമ്മളെ എടുത്തുപയോഗിക്കാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ സ്വർഗ ദൈവം നമ്മളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആ തന്റെ ദാസിക്കും ആമീൻ വേല ചെയ്യുവാൻ അത് അനേക സ്ഥലങ്ങളിലാണ് പോകുന്നത്. നേപ്പാള്, അതുപോലെ മറ്റു സ്ഥലങ്ങള്, ഏതൊക്കെയോ സ്ഥലങ്ങൾ, അതിന്റെ പേര് പോലും എനിക്കറിയത്തില്ല. എന്നാൽ അവിടെയൊക്കെ പോയി സുവിശേഷം അറിയിപ്പാൻ ആ കുടുംബത്തെ എടുത്ത് ഉപയോഗിക്കുന്നു. അവർക്ക് 3 മക്കളാ ഉള്ളത്. ആമീൻ. ഇത്രയും പ്രയാസങ്ങളുടെ മധ്യത്തിൽ അവരെ എടുത്ത് ഉപയോഗിക്കുന്നത് ആമീൻ കർത്താവിന്റെ ഒരു വലിയ കരുതല. ഭൂതഗ്രസ്തനായിരിക്കുന്ന മനുഷ്യൻ ആമീൻ ശാപങ്ങളോടുകൂടിയും ആ കാലങ്ങള് എടുത്തു ആമീൻ. അതുപോലെ നമ്മളെയൊക്കെ ഒരു മിഷണറി ആക്കി തീർക്കാൻ നമ്മുടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചത് ആമീൻ ദൈവം നമുക്ക് മുമ്പേ നമുക്ക് നമ്മുടെ പേരെഴുതിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മളെ തന്നെ ഈ ദിവസങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ചാട്ട് ഇനിയോളം നമ്മളെ നടത്തിയെങ്കിൽ ഇനി മേലാൽ നടത്തുവാൻ കർത്താവ് ശക്തന. ആമീൻ. ദൈവത്തോട് ചേർന്ന് നമുക്ക് ഓരോ നിമിഷവും ആയിരിക്കാൻ തക്കണം കർത്താവ് സഹായിക്കുക. കർത്താവിന്റെ ദാസിയോടുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ആമീൻ. ഇനിയും ആമീൻ ഞങ്ങൾ അവസരങ്ങൾ തരും തീർച്ചയായിട്ടും. ആമീൻ. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കുടുംബമായത്. ആമീൻ. ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കുടുംബമാണ്. അതിലെ പ്രിയപ്പെട്ടവളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമീൻ. ആമീൻ. അവരുടെ ദേശം ഞാൻ പാർക്കുന്നതിന് അടുത്ത് തന്നെയാണ്. ആമീൻ. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തോടുള്ള നന്ദിയെ ഈ തരുണത്തിൽ രേഖപ്പെടുത്തുക. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ പ്രത്യേകിച്ച് വഹിക്കണമേ എന്ന് പ്രത്യേക